ഹായ്, എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനം. നൂതനപരമായ മലയാള അക്ഷരമാല പഠനവിഷയത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്നോണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വ്യഞ്ജനാക്ഷരത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഉച്ചാരണവും അതെങ്ങനെ എഴുതുന്നു എന്നുള്ളതും എല്ലാമാണ് ഞാനിവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മിക്ക ആളുകളും കൂട്ടക്ഷരം പഠിപ്പിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. കൂട്ടക്ഷരം, അപ്പോൾ കൂട്ടക്ഷരം ഒന്ന് പറഞ്ഞു തരാമോ, അത് എങ്ങനെയാണ്, ഏതൊക്കെയാണെന്ന് എന്നോട് വളരെയധികം കൂടുതലായി എന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കൂട്ടക്ഷരം പഠിപ്പിക്കുന്നതിന് മുമ്പേ നാം അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാണ് വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ച്. ഈ വ്യഞ്ജനാക്ഷരങ്ങളിൽ തന്നെയാണ് നമുക്ക് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ വ്യഞ്ജനാക്ഷരം തറമായി പഠിച്ചേ പറ്റൂ. ഇവിടെ 36 വ്യഞ്ജനാക്ഷരങ്ങൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. മലയാള അക്ഷരമാലയിൽ വ്യഞ്ജനാക്ഷരം 36 വരുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ ഒരു ലൈനിൽ 5 അക്ഷരങ്ങൾ കാണാം. താഴത്തെയും അതുപോലെ തന്നെ 5 അക്ഷരങ്ങൾ. ഇവിടെ അങ്ങനെ ലൈന് 1, 2, 3, 4, 5 ലൈൻ അക്ഷരങ്ങൾ 5 വീതം എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. താഴെ അത് വേറിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നതും ആയി കാണാം. നമുക്കിതിനെ വേണമെങ്കിൽ ഇതേപോലെ തന്നെ 5 അക്ഷരമായിട്ട് നമുക്ക് എഴുതാം. യാ രാ ലാ വാഷ അത് മാറ്റിയിട്ട് ഷാ സ ഹ ള ഴ റ ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ താഴെ വരുമ്പോൾ 6 എക്സ്ട്രാ കയറി വരും. പക്ഷേ ഇവിടെ അങ്ങനെ ഈ ഒരു പാറ്റേണിൽ വ്യഞ്ജനാക്ഷരം എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ കാണുന്നത് കണ്ടില്ലേ, ക, ച, ട, ത, പ. ഇവിടെ ഈ ലൈനിൽ എഴുതിയിരിക്കുന്ന കായും ചായും ടായും തായും പായും എന്ന് പറയുന്ന അക്ഷരങ്ങളുടെ ഓരോ അക്ഷരങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ കായുടെ അതേ ശബ്ദത്തിൻ്റെ അനുസരിച്ച് തന്നെയാണ് അതിൻ്റെ കൂടെ വരുന്ന അടുത്തടുത്ത് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ. അപ്പോൾ ഇത് ഈ കായുടെ കുറച്ച് ഉറക്കെ ഉച്ചരിക്കുന്ന ഒരു ഗാംഭീര്യ ശബ്ദത്തോടു കൂടി ഉച്ചരിച്ച് അതിനെ അക്ഷരമാക്കി മാറ്റുകയാണ്. അങ്ങനെ ഉച്ചാരണങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നുണ്ട്. കായിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന ഉച്ചാരണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 5 ഇവിടെ വന്നത്. ഒന്നും കൂടി ഉറക്കെ പറയുകയാണ്, പിന്നെ ഒന്നും കൂടി അത് ഗാംഭീര്യമായി താഴ്ത്തി പറയുകയാണ്, പിന്നെ അതേ ഗാംഭീര്യത താഴ്ത്തി പറയുന്നതിനെ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഉറക്കെ പറയുന്നതാണ്. അവസാനത്തെ ഈ പറഞ്ഞിരിക്കുന്ന അവസാന അക്ഷരങ്ങളെല്ലാം ആ അക്ഷരങ്ങൾക്കനുസരിച്ച് തന്നെ നാവിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് അത് മൂക്കിലൂടെ, അതായത് നാസത്തിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങളാണ് അവസാനമായി തീർക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ കായും ഖായും ഗായും ഘായും ങായും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് വ്യഞ്ജനാക്ഷരമാണ്. അപ്പോൾ ഞാൻ പറയാം, ഇത് ച, ഛ, ജ, ഝ, ഞ, ട, ഇഠ, ഡ, ഇഠ, ണ, ത, ഇഥ, ദ, ഇഥ, ന, പ, ഫ, ബ, ഭ, മ. ഇവിടെ വരുന്ന ആ വേറിട്ട് നിൽക്കുന്ന അക്ഷരം ഞാൻ വായിക്കാം. യ, ര, ല, വ, ഷ, ഷ, സ, ഹ, ള, ഴ, റ. ഓക്കെ, ഇനിയിപ്പോൾ ഞാനത് എഴുതി ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ എഴുതിയിട്ട് കാണിച്ചു തരാം. ആദ്യത്തെ നമ്മൾ ക ആണല്ലോ പഠിച്ചിരിക്കുന്നത്. ഖകാരത്ത് നിന്ന് നമുക്ക് ഉത്ഭവിക്കുന്ന അക്ഷരങ്ങൾ. ഓക്കെ, അതിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് കായിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരങ്ങൾ, അത് അതിൻ്റെ ശബ്ദത്തിൻ്റെ ധ്വനി അനുസരിച്ച്, ഗാംഭീര്യത അനുസരിച്ച് അക്ഷരങ്ങളുടെ രൂപങ്ങൾ തന്നെ മാറുന്നതായി നമുക്ക് കാണാം. ഇവിടെ ക എഴുതിയത് കണ്ടല്ലോ. ഞാനത് മൊത്തം എഴുതിയിട്ട് അതെങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളിവിടെ എഴുതുന്നത് ശ്രദ്ധിച്ചോ, ഘ കണ്ട എഴുതുന്ന ഇതിനെ ഘ എന്ന് ഉച്ചരിച്ച് നമ്മൾ പറയുന്നത് ഘ. ഇനി കാനെ അതേ രീതിയിൽ തന്നെ നമ്മൾ പറയുന്ന അക്ഷരങ്ങളുണ്ട്.
ഇതിനെ അത് കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ക ഖ, അതിന് ഒരു ഗാംഭീര്യത കൂട്ടി നമ്മളിവിടെ പറയണം. ഈ കാനെ കുറച്ചും കൂടി മാറ്റി ഒരു ഗാംഭീര്യത കൂട്ടി ക ഖ. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിനെ ഒരു ഗാംഭീര്യത താഴ്ന്ന് വരുന്ന രീതിയിൽ നമ്മൾ പറയണം. ഗ, കണ്ട, ഗ, ഇങ്ങനെയാണ് എഴുതുന്നത് ഗ. ഇനി അതേ ഗാനെ തന്നെ ഒന്ന് ഉറക്കെ ഗാംഭീര്യത കൂടി തന്നെ പറഞ്ഞാൽ അടുത്ത അക്ഷരം കിട്ടും. ഗ ഘ. അത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഘ. കണ്ട, ഇനി നമ്മൾ മൂക്കിലൂടെ ആ ശബ്ദത്തെ, ക എന്ന ശബ്ദത്തെ നാസത്തിലൂടെ തീർക്കുകയാണ്. എന്താ, ങ. എങ്ങനെയാണ്? ങ. ങ. കണ്ട, ഇതാണ് ങ. ഓക്കെ, അപ്പോൾ കായുടെ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇനി ചായയുടെ ച നിങ്ങൾ ശ്രദ്ധിച്ചോ, എഴുതുന്നത് ച. ഇനി ഇച്ഛ, ഇച്ഛ. ജ എഴുതുന്നത് കേട്ടോ, ജ. ഈ ജാനെ തന്നെ ഒന്ന് ഉറക്കെ നമ്മൾ പറയുമ്പോൾ അത് ഝ എന്നാവുന്നു. ഇനി അതിന് ഈ ചായും ചായ് ഇതിനെയൊക്കെ നമ്മൾ നാശ്വപരമായി തീർക്കണം. അതായത് മൂക്കിലൂടെ നമ്മൾ തീർത്ത് പറയുന്ന അക്ഷരമാണ് പിന്നെ ലാസ്റ്റ് വരുന്നത്. ഞ. ഓക്കെ, അപ്പോൾ കായുടെ 5 എണ്ണം കഴിഞ്ഞു, ചായയുടെ 5 എണ്ണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ രൂപങ്ങളെല്ലാം മാറ്റുന്ന രീതിയെ, ചിത്രങ്ങളിൽ ആ രീതിയൊക്കെ നിങ്ങളൊന്ന് കണ്ടുവയ്ക്കുക. പിന്നെ ഞാനതിനെ വിശദമായി പഠിപ്പിക്കാം. ഓക്കെ, കാച്ച, ട, ട, ഠ, ഡ, ഇഡ, ണ. വരുന്ന ശബ്ദത്തിൻ്റെ രീതി കണ്ടില്ലേ? പോകുന്ന രീതി കണ്ടില്ലേ? കാച്ചാട്ട. ഇനി താ, ഇനി തായാണേ. ത, ധ, ധ, ദ, ധ, ന. ഓക്കെ, ഇനി പായുടെ പ, ഫ, ബ, ഭ, മ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇത്രയും നമ്മൾ 5 എണ്ണത്തിൻ്റെ ലൈനാണ്. 5 അക്ഷരങ്ങളാണ്. 5 തരം അക്ഷരങ്ങളുണ്ട്. 5 തരം അക്ഷരങ്ങളുടെ 5 തരം 5 വ്യത്യസ്തമായ ശബ്ദത്തിനനുസരിച്ചുള്ള അക്ഷരങ്ങളും. അങ്ങനെ 25 എണ്ണം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഇവിടെ ഞാൻ എഴുതാം, വ്യഞ്ജനാക്ഷരങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇനി വ്യഞ്ജനാക്ഷരങ്ങളിൽ ഇനി അടുത്ത വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങൾ ഞാൻ കാണിച്ചു തരാം. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. അങ്ങനെ 36 എണ്ണം. ഇതല്ല, ഇത് ഞാൻ ഇവിടെ തീർന്നെന്ന് കാണിച്ച ഫുൾ സ്റ്റോപ്പാണ്. ഓക്കെ, റ. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മളെല്ലാം കൂട്ടി നമ്മൾ കണക്കൂട്ടും 36 വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ അക്ഷരങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടക്ഷരങ്ങൾ എഴുതാൻ കഴിയുകയുള്ളൂ.
ഈ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഓരോ അക്ഷരങ്ങൾ ഈരണ്ടാക്കി എടുത്തുകൊണ്ട് നമുക്ക് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതിലെ ഓരോ അക്ഷരം അവിടുന്ന് ഇവിടുന്നുമായി എടുത്തുകൊണ്ട് ഈ 2 അക്ഷരങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്നു. അങ്ങനെയാണ് ഈ വ്യഞ്ജനാക്ഷരങ്ങളിൽ നിന്നാണ് കൂട്ടക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തറമായി ഈ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെ പഠിക്കാം, നിങ്ങൾക്ക് എങ്ങനെ തറമായി നിങ്ങൾക്കത് ഹൃദ്യസ്ഥമാക്കി പഠിക്കാൻ പറ്റും എന്നുള്ള വീഡിയോ, ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. അതിൽ ഓരോ അക്ഷരങ്ങൾ എങ്ങനെ വരുന്നു, എവിടെയാണ് നമ്മൾ പേന നമ്മൾ പിടിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ ഓരോ അക്ഷരം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എഴുതണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാത്രമല്ല, ഈ അക്ഷരങ്ങൾ പഠിച്ച ശേഷം ഈ കാ മുതൽ റാ വരെ പഠിച്ച ശേഷം, തറമായി പഠിച്ച ശേഷം, വളരെ രീതിയിൽ അത് എങ്ങനെയാണ് എഴുതുന്നതെന്നും ഏത് ലയിൽ കൂടി എഴുതണം, അതിൻ്റെ രൂപം എങ്ങനെ വരുന്നു എന്നൊക്കെ ഞാൻ വളരെ കൃത്യമായി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലെ ഓരോ അക്ഷരങ്ങളിലും നമ്മൾ പഠിച്ചിരിക്കുന്ന സ്വരാക്ഷരങ്ങളുടെ മാത്രകൾ എവിടേക്ക് ചേർക്കണം, എവിടേക്കാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നും എല്ലാം ഞാൻ വളരെ കൃത്യമായി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓക്കെ, ശേഷം നമുക്ക് കൂട്ടക്ഷരങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ, എന്നിട്ട് അതിൻ്റെ ചിഹ്നങ്ങൾ ചെയ്ത് വളരെ പതിയെ പഠിച്ചെങ്കിൽ മാത്രമേ, തറമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടക്ഷരങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ബൈ ബൈ.